ഓൺലൈൻ വഴിയുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിന് ആധാർ നിർബന്ധമാക്കിയിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം. ട്രെയിൻ ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കാണ് പുതിയ നിയമം ഇനി ബാധകമാകുന്നത്. 60 ദിവസം മുന്നേയുള്ള അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നവർ IRCTC പോർട്ടൽ വഴി ബുക്കിംഗ് ആരംഭിക്കുന്ന ദിവസം ആധാർ ഉപയോഗിച്ചുള്ള വെരിഫിക്കേഷൻ നിർബന്ധമായും പൂർത്തിയാക്കണമെന്നാണ് നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തൽക്കാൽ ടിക്കറ്റുകൾക്ക് ആധാർ നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനറൽ റിസർവേഷൻ ടിക്കറ്റുകൾക്കും ആദ്യ ദിനങ്ങളിലെ ബുക്കിംഗിന് റെയിൽവേ ഈ നിയമം ബാധകമാക്കിയിരിക്കുന്നത്. ദീർഘദൂര ട്രെയിൻ സർവീസുകൾക്ക് നിരക്ക് വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറങ്ങിയത്. പുതിയ നിരക്കുകൾ അനുസരിച്ച് സെക്കൻഡ് ക്ലാസ് ഓർഡിനറി ടിക്കറ്റുകൾക്ക് 216 മുതൽ 750 കിലോമീറ്റർ വരെ പരിധിയിലുള്ള 5 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 751 മുതൽ 1250 കിലോമീറ്റർ വരെ പരിധിയാണെങ്കിൽ 10 രൂപ വർദ്ധിക്കും. 1251 മുതൽ 1750 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് 15 രൂപയും 1751 മുതൽ 2250 കിലോമീറ്റർ വരെ 20 രൂപയുമാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 215 കിലോമീറ്ററിന് മുകളിൽ ഓർഡിനറി ക്ലാസ്സിന് 1 പൈസയും എല്ലാ ട്രെയിനുകളുടെയും മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളുടെയും AC ക്ലാസുകളുടെയും നോൺ AC ക്ലാസുകൾക്ക് കിലോമീറ്ററിന് 2 പൈസ വീതവും വർദ്ധിക്കും. ഡിസംബർ 26 മുതലാണ് നിരക്ക് വർധന പ്രാബല്യത്തിൽ എത്തിയിരിക്കുന്നത്. ഒരു വർഷത്തിനിടെ ഇത് 2ാം തവണയാണ് ടിക്കറ്റ് നിരക്ക് വർധനമുണ്ടായത്. അതേസമയം തന്നെ സബർബൻ സർവീസുകളുടെയും സീസൺ ടിക്കറ്റുകളുടെയും നിരക്കിൽ മാറ്റവും ഉണ്ടാകില്ല. സാധാരണക്കാരെയും കുറഞ്ഞ വരുമാനക്കാരെയും ഇത് പ്രതികൂലമായി ബാധിക്കില്ല എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. നടത്തിപ്പ് ചെലവ് കൂടുതലായതിനാലാണ് ഇപ്പോൾ ചാർജ് കൂട്ടുന്നതെന്നാണ് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്.